എറണാകുളം വാഴക്കുളം പാര്യത്തുകാവ് കുടിയൊഴിപ്പിക്കലിനായി അഭിഭാഷക കമ്മീഷൻ എത്തി. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ്. അഭിഭാഷക കമ്മീഷനെ തടഞ്ഞ കുടുംബങ്ങൾ പ്രതിഷേധിക്കുകയാണ്. മരിക്കും ഇത് തമാശ അങ്ങനെ ഇത് കേരളമാണ്. ഇത് കേരളമാണ്. സുപ്രീം കോടതിയുടെ വിധിയാണ്. സുപ്രീം കോടതിയുടെ വിധിയാണ്. വിധി സുപ്രീം കോടതിയാണ്. സമരം നടന്ന മർദ്ദിത പീഡിത ജനതയ്ക്കായി പോരാട്ടത്തിൻ പോർവീതികളിൽ സാറിനോട് ഇന്ന് കോടതി എന്താ പറഞ്ഞേ? എന്നോടല്ല പറഞ്ഞേ, സാറിനോട് പറഞ്ഞേ. സാറിനോടല്ലേ ഉത്തരവിട്ടെ. വർഷങ്ങളായി താമസിക്കുന്ന 8 വീട്ടുകാരുണ്ട്. അവിടുത്തെ അംഗങ്ങളാണെങ്കിൽ താമസിക്കുന്ന ആളാണ്. ഇവർക്ക് അഞ്ജലി ശ്രീജിതാരാജ് നൽകും വിശദാംശങ്ങൾ. അഞ്ജലി, ഇതിപ്പോൾ 11ാം തവണയാണ് അഭിഭാഷക കമ്മീഷൻ എത്തുന്നത്. ഇന്നിപ്പോൾ കുട്ടികളെ അടക്കം മുൻനിർത്തിയുള്ള ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇനിയുള്ള നീക്കം? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 11ാം തവണയാണ് അഭിഭാഷക കമ്മീഷൻ ഇവിടെ പാര്യത്തുകാവ് സെറ്റിൽമെന്റ് ഒഴിപ്പിക്കാനായിട്ട് എത്തുന്നത്. എന്നാൽ ഈ 11 തവണയും ഇവിടെയുള്ള കുടുംബങ്ങളും കൂടാതെ പ്രാദേശിക CPM നേതൃത്വവും വലിയ രീതിയിൽ പ്രതിഷേധിച്ച ഭാഗമായിട്ടാണ് കഴിഞ്ഞ 11 തവണയും ഇവിടെ കുടിയൊഴിപ്പിക്കലിന് അഭിഭാഷക കമ്മീഷൻ എത്തുന്നുണ്ടെങ്കിലും അതിനൊന്നും സാധിക്കാതെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വീണ്ടും ഏകദേശം അരമണിക്കൂറായ അഭിഭാഷക കമ്മീഷനും ഇവിടെയുള്ള നാട്ടുകാരും തമ്മിലുള്ള വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. 55 വർഷമായി ഈ കേസുമായിട്ട് ഇവിടെയുള്ള 11 കുടുംബങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇവിടെയുള്ള 2 പേർ, അതായത് 2 സ്ത്രീകൾ വീണ്ടും ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായതിനു ശേഷം, സുപ്രീം കോടതി കേസ് കേട്ടതിന് ശേഷം ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് ഇവിടെയുള്ള ആളുകൾ അഭിഭാഷക കമ്മീഷനോട് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇതിനായി കാത്തിരിക്കാൻ കഴിയില്ല. സുപ്രീം കോടതി വിധി അനുസരിച്ച് ഈ സ്ഥലം ഒഴിഞ്ഞു പോകണമെന്ന് തന്നെയാണ് അഭിഭാഷക കമ്മീഷൻ ഇവിടുത്തെ കുടുംബങ്ങളോട് വ്യക്തമാക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയായിട്ടുള്ള ഇവിടെ മുൻപ് ഈ ഒരു സ്ഥലം അയാളുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ കോടതി, പെരുമ്പാവൂർ കോടതി, പറവൂർ കോടതി, ഇവർക്ക് അന്ന് പറവൂർ കോടതിയായിരുന്നു, ഇന്നത്തെ പെരുമ്പാവൂർ കോടതിക്ക് പകരം അന്ന് ഇവർക്കായിരുന്നു ആദ്യഘട്ടത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരുന്നത്. ഇവിടെ ജീവിക്കാനും കൃഷി ചെയ്യാനുള്ള അവകാശം നൽകിയിരുന്നു. എന്നാൽ ഈ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതി വിധി ഈ കുടുംബങ്ങൾക്ക് 8 കുടുംബങ്ങൾക്ക് എതിരായി വരികയായിരുന്നു. തുടർന്ന് ഇവരെ ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി വിധി ഉണ്ടാകുന്നു. അതിനുശേഷം ഇവർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്നു. എന്നാൽ സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് ഈ കുടുംബങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന ഒരു നിലപാട് സ്വീകരിക്കുക, ഒരു വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. അതിനുശേഷം 11ാം തവണയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു അഭിഭാഷക കമ്മീഷൻ, ഇവിടെയുള്ള കോടതി അഭിഭാഷക കമ്മീഷൻ ഇവിടേക്ക് എത്തുന്നു. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് ഇവിടേക്ക് പ്രതിഷേധക്കാരെല്ലാം കൂടി ചേർന്ന് ഈ കുടുംബങ്ങളും കൂടാതെ പ്രാദേശിക CPM നേതൃത്വവും ഈ ഭൂമിയിലേക്ക് കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തുകയായിരുന്നു. കഴിഞ്ഞ തവണയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ ഈ 2024, അതായത് ഈ ഒരു വർഷത്തിൽ 3 മാസം ആകുമ്പോഴേക്ക് തന്നെ ഏകദേശം 9 തവണയാണ് അഭിഭാഷക കമ്മീഷൻ ഇവിടെ ഒഴിപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. അന്നും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 2-3 സ്ത്രീകൾ
അടക്കം ഇവിടെ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പിന്നീട് കൂടാതെ അഭിഭാഷക കമ്മീഷൻ ശരിയായ രീതിയിലല്ല അളവ് നടത്തിയത് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അന്ന് അഭിഭാഷക കമ്മീഷനെ ഇവിടെ നിന്നും ഈ പ്രതിഷേധക്കാർ പറഞ്ഞു വിട്ടത്. എന്നാൽ വീണ്ടും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കൂടാതെ അഭിഭാഷക കമ്മീഷൻ ഇവിടെയുള്ള സ്ഥലങ്ങൾ അളക്കാനുള്ളത് നൽകിയിട്ടുണ്ടെങ്കിലും അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ ആരോപിക്കുന്നത്. അതായത് ഈ ഒരു സ്ഥലത്ത് കൃത്യമായിട്ടുള്ള അളവ് നടന്നിട്ടില്ല. പെരിയാർ വാലിയോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. ഇതൊരു പുറമ്പോക്കാണ് എന്ന് തന്നെയാണ് ഇവിടെയുള്ള CPM പ്രാദേശിക നേതൃത്വവും കൂടാതെ കുടുംബങ്ങളും ആരോപിക്കുന്നത്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് അഭിഭാഷക കമ്മീഷൻ ഇത്തരത്തിലൊരു വലിയൊരു നടപടി സ്വീകരിച്ചുകൊണ്ട് കുടുംബങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാതെ എത്തുന്നു എന്ന ആരോപണങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒരടി പോലും ഈ ഒരു സ്ഥലത്തേക്ക് കയറാനായിട്ട് അഭിഭാഷക കമ്മീഷനെ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ കുടുംബങ്ങളെല്ലാവരും ഉള്ളത്. കൂടാതെ പ്രാദേശിക CPM പ്രവർത്തകരുടെ ഒരു സപ്പോർട്ടും ഇവർക്കുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഒരടി പോലും തങ്ങളുടെ സ്ഥലത്തേക്ക് കയറാൻ അനുവദിക്കില്ലെന്നും ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുകയാണ്. കൂടുതലും അവർക്ക് വലിയ രീതിയിൽ അതായത് അന്നന്നത്തെ അന്നത്തിനായിട്ട് ബുദ്ധിമുട്ടി ഓരോ ദിവസം കഷ്ടപ്പെടുന്ന ജനങ്ങളാണ്. ഞങ്ങളെ കേൾക്കണമെന്ന് തന്നെയാണ് കോടതിയോടും സുപ്രീം കോടതിയോടൊക്കെ ഇവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ നിന്ന് പോകാൻ മറ്റൊരിടമില്ല, അങ്ങനെ ഒരു ഇടം ലഭിക്കുന്നത് വരെ ഒരു സമയം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 11 തവണയും ഇതൊന്നും വകവയ്ക്കാതെയാണ് അഭിഭാഷക കമ്മീഷൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഈ കോടതി വിധി നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എത്തിയത്. പക്ഷേ ഈ 11 തവണയും വലിയ രീതിയിൽ പ്രതിഷേധം നടന്നു. അന്ന് കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ ഈ 3-ലധികം സ്ത്രീകൾ കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് വലിയ പ്രതിഷേധം ഉണ്ടായതിനു ശേഷമാണ് അഭിഭാഷക കമ്മീഷൻ ഇവിടുന്ന് മടങ്ങിപ്പോയത്. ഇന്നും അതേ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടേക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല. ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് തന്നെയാണ് ഇവർ അവകാശപ്പെടുന്നത്. കാരണം ഏകദേശം ഒരു 55 വർഷമായി ഈ കേസ് ഇങ്ങനെ നടക്കുകയാണ്. അതിലും മുൻപ് അതായത് തലമുറകളായി ഇവിടെ താമസിച്ചു വരികയാണ്. ഇവിടെ നിന്ന് പോകാൻ മറ്റൊരിടമില്ല. അവിടെ ഉള്ള സമ്പാദ്യങ്ങളെല്ലാം ചേർത്ത് വെച്ചാണ് ഇവിടെ വീട് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ അമ്പലം വരെ ഇവർ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് പോകാൻ മറ്റൊരിടത്തേക്ക് തങ്ങൾക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതൊക്കെ കേൾക്കാൻ സർക്കാരും കൂടാതെ നിയമ സംവിധാനവും തയ്യാറാവണമെന്ന ആവശ്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഈ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. 11 കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടിയുമായിട്ട് അഭിഭാഷക കമ്മീഷൻ എത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 8 കുടുംബങ്ങളായിരുന്നു. ഇപ്പോൾ സ്ഥലം അളന്ന 3 കുടുംബങ്ങൾ കൂടി ചേർന്ന 11 കുടുംബങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടി നേരിടുന്നത്. എന്നാൽ ഇവരിവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല. മരണം വരെ ഇവിടെ പ്രതിഷേധിച്ച് സമരം ചെയ്ത് ഈ സ്ഥലം വീണ്ടെടുക്കും തന്നെയാണ് ഇവർ അവകാശപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട നാട്ടുകാരിൽ നിന്നും വലിയ സപ്പോർട്ട് ഈ ജനങ്ങൾക്കുണ്ട്. ഇവിടെ നാട്ടുകാരുടെ ഒരു അഭിപ്രായത്തിൽ ഇവർ വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരുന്നവരാണ്. കൂടാതെ ഈ ഒരു സ്ഥലം പഞ്ചായത്തിന്റെ രേഖകളിൽ പുറമ്പോക്കാണ് തുടങ്ങിയ കാരണങ്ങൾ പോലും ഈ CPM പ്രാദേശിക നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ സപ്പോർട്ട് ഇവർക്കുണ്ടെങ്കിലും ഓരോ തവണയും പോലീസിന്റെ വലിയ സന്നാഹമാണ് ഇവിടേക്ക് എത്തുന്നത്. കൂടാതെ ആംബുലൻസ്, ഫയർഫോഴ്സ് തുടങ്ങി വലിയ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സന്നാഹങ്ങളൊക്കെയാണ് ഈ സമരത്തെ നേരിടാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ജനങ്ങൾ ഈ 8 കുടുംബങ്ങൾ കൂടാതെ ഈ സമീപത്തുള്ള നാട്ടുകാരൊക്കെയാണ് ഈ പ്രതിഷേധത്തിന് മുൻതൂക്കം നൽകുന്നത്. ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ കുടുംബങ്ങൾ എല്ലാവരും ഉള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് ഇവിടെ സമരം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. അഭിഭാഷക കമ്മീഷൻ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ഈ ഒരു 3 മാസത്തിനുള്ളിൽ 9 തവണയാണ് അഭിഭാഷക കമ്മീഷൻ ഈ സ്ഥലം ഒഴിപ്പിക്കാനായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അന്നും വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും പോലീസ് സന്നാഹങ്ങളും ആംബുലൻസ്, ഫയർഫോഴ്സ് തുടങ്ങി ജലപീരങ്കി അടക്കം ഇവിടെ എത്തിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും കണ്ടിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ ഇവിടെ വലിയ സുരക്ഷാ സംവിധാനവും കൂടാതെ RDO അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അഭിഭാഷക കമ്മീഷനോടൊപ്പം. എന്നാൽ ഈ ജനങ്ങൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇവിടെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ സ്ഥലം വിട്ട് എവിടേക്കും പോകാനില്ല എന്ന് തന്നെയാണ് ഈ മനുഷ്യർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം അത്രയും 55 വർഷത്തിലധികമായി കേസ് നടത്തുന്നു. ഉള്ള സമ്പാദ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സ്ഥലം വീണ്ടെടുക്കാനായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എവിടേക്കെങ്കിലും മാറി താമസിക്കാനുള്ളൊരു സാവകാശം ആവശ്യമാണെന്ന് തന്നെയാണ് പറയുന്നത്. കൂടാതെ ഈ സ്ഥലം കൃത്യമായ രീതിയിൽ ഇതുവരെയും അഭിഭാഷക കമ്മീഷൻ നിയോഗിച്ചവർ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നൊരു ആരോപണം കൂടി ഇവർ ഉയർത്തുന്നുണ്ട്. അതിനാൽ തന്നെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇവിടെ തീരുമാനം. പ്രതി ഓക്കെ, വ്യക്തമാണ്. വാഴക്കുളം പാര്യത്തുകാവ് കുടിയൊഴിപ്പിക്കലിനായിട്ടാണ് അഭിഭാഷക കമ്മീഷൻ എത്തിയിരിക്കുന്നത്. ഇത് 11ാം തവണയാണ് ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ എത്തിയിരിക്കുന്നത്. പക്ഷേ സ്ഥലത്ത് വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. പോലീസ് സന്നാഹം അടക്കമുണ്ട്. അഭിഭാഷക കമ്മീഷനെ തടഞ്ഞിരിക്കുകയാണ് കുടുംബം. ഇത് തുടർന്ന് പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അഞ്ജലി ശ്രീജിത രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.